കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം 3-ാം ദിവസമായി. ധാരാളം പ്രോഗ്രാമുകളുണ്ട്, നന്നായി നടക്കുന്നു, നിറച്ച് തിരക്കുണ്ട്. ഇന്ന് തിരക്ക് കുറച്ച് കുറവുണ്ട്. അതേപോലെ അന്നലക്ഷ്മി ഹാളിൽ പ്രസാദകൂട്ടിന്, അതായത് ഭഗവാന്റെ കഞ്ഞിയും പുഴുക്കും കഴിക്കാൻ കുറച്ച് തിരക്ക് കുറവുണ്ട്. എന്നാലും മോശമല്ലാത്ത തിരക്കുണ്ട്. ഇനി അതേപോലെ ദർശനത്തിനും വലിയ ഇന്നലത്തെ അത്ര തിരക്കില്ല എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. അങ്ങനെ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദർശനം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അപ്പോൾ ആ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കും കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂണ് നോക്കിയിട്ട് തൊഴും ചെയ്ത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ആകെ പ്രകാശമാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള കാഴ്ച, നിറച്ചുണ്ട്. ചതുർബാഹുവായ വിഗ്രഹം മുഴുവനും ഉണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ്. കളപ്പം കൊണ്ടുള്ള അലങ്കാരം. ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, പിന്നെ ഒരു ഊഞ്ഞാലാണ് കേട്ടോ. ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് സുഖമായിട്ട് ആടുകയാണ്. അതാണ് ഇന്നത്തെ കാഴ്ച. ആ പട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, കഴുത്തിലൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, കാതിൽ ചെവിപ്പൂക്കളുണ്ട്, നെറ്റിയിൽ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പീലി തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. വളരെ രസമായിട്ട് ഓടക്കുഴലും കൈ പിടിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ ഇങ്ങനെ വലത്തെ കയ്യിൽ പിടിച്ചിട്ട് 2 കൈ കൊണ്ടും കൂടി ഊഞ്ഞാലിൻ്റെ വള്ളി പിടിച്ചിങ്ങനെ ആടുകയാണ്. അപ്പോൾ നമ്മളെ ഒക്കെ നോക്കി കാണുകയാണ് എല്ലാവരും. പിന്നെ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. തിരുമുടിമാല 2 എണ്ണമാണ്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള പോലെ തന്നെ 2 എണ്ണം. അതേപോലെ ഉണ്ടമാല വലിയ തെച്ചി തുളസി ആയിട്ടുള്ളതും പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും. അങ്ങനെ നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഉത്സവത്തിന് വരാൻ പറ്റിയവരും പറ്റാത്തവരും ഒക്കെ നന്നായിട്ട് ഭഗവാനെ തൊഴുതോളൂ. അങ്ങനെ തൊഴുത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോളിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ നോക്കി തൊഴാം. പിന്നെ ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശനെ കണ്ട് തൊഴുമ്പോൾ കിരീടം വെച്ചിട്ടുണ്ട്. മുഖത്ത് കാര്യമായിട്ടുള്ള അലങ്കാരമായിട്ടില്ല, എന്നാൽ കുറച്ചൊക്കെ ചുവന്ന വട്ടമൊക്കെ ഉടുപ്പിച്ച് അങ്ങനെ നന്നായിട്ട് രസമായിട്ടുണ്ട്. കളഭം കൊണ്ടുള്ള അലങ്കാരം അത്രയ്ക്ക് ഇല്ല. പിന്നെ സ്വർണത്തിൻ്റെ തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് പിന്നെ അങ്ങനെ വന്ന് നേരെ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹമൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിര അവിടെ നിന്ന് ഭവതാസ്വദിക്കനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെ നിന്ന് മുല്ലമൊട്ടുമാലയാണ്. പിന്നെ 2-3 താമരയും വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ആ നരസിംഹസ്വാമി നമ്മളെ കാത്തിരിക്കുകയാണ് അനുഗ്രഹിക്കാനായിട്ടേ. അപ്പോൾ അത് കണ്ട് പിന്നെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ മുരുകനെ കണ്ട് തൊഴാം. മുരുകൻ്റെ അവിടെ നിന്ന് ഭസ്മമുണ്ട്. പിന്നെ ഒരു തുളസിമാലയുണ്ട് കേട്ടോ. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴാം. കുങ്കുമം മാത്രമേ ഉള്ളൂ, മാലകളൊന്നുമില്ല. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വരിക. ഓവിൻ്റെ അവിടെ ഒന്ന് കണ്ട് തൊഴുതാം.
പിന്നെ ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. കലശത്തിൻ്റെ പാനികളൊക്കെ അവിടെ ഇരിക്കുന്നതാണുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് നോക്കിയാൽ ആ മണിക്കിണർ കാണാം. അതേപോലെ നെത്താറി മുളയാറയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് അങ്ങനെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. തിരക്കൊന്നുമില്ല. അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മയെ കണ്ട് തൊഴാം. ഗോളകയാണ്. പിന്നെ അങ്ങനെ ചുവന്ന പട്ടാണ്, ധാരാളം ചുവന്ന പൂക്കളും ഉണ്ട് അർച്ചന. അപ്പോൾ നന്നായിട്ട് കാണാം. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മാത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ പിന്നെ അവിടെ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ ഊഞ്ഞാൽ കണ്ണനെ ഒന്നുകൂടി കണ്ടു തൊഴാം. പിന്നെ അങ്ങനെ കൂത്തമ്പലത്തിലും വന്ന് കണ്ടു തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ ഒന്ന് കളഭം കൊണ്ട് അലങ്കാരമായിട്ടുണ്ട് കേട്ടോ. കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റോസും മഞ്ഞയൊക്കെ ആയിട്ടുള്ള കളഭത്തിൻ്റെ അലങ്കാരം നന്നായിട്ടുണ്ട്. മുഖമൊക്കെ കണ്ണൊക്കെ എഴുതി പൊട്ട് തൊട്ട് വളരെ രസമായിട്ടുണ്ട്. പിന്നെ താഴത്തെ ഒരു കറുത്ത മുണ്ടും ഉടുപ്പിച്ചിട്ടുണ്ട്, പട്ട്. അപ്പോൾ ധാരാളം ആഭരണങ്ങളുമുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമാം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയെ മർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ അന്നലക്ഷ്മി ഹാളിൻ്റെ അതിലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാരായണാലയത്തിൽ പോവാം. അവിടെ കയറുമ്പോൾ തന്നെ ഇടതേ സൈഡിലുള്ള ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കാണാം. അത് കണ്ട് തൊഴാം. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിൽ വന്നിട്ട് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാളെ നേരെ വന്ന് തെക്കേ നടയിലെത്തി കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം ലഭിക്കും. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. നാളെ ചന്ദ്രഗ്രഹണം ആണ്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ വൈകുന്നേരത്തെയൊക്കെ സീനിയർ സിറ്റിസൺ ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടു.